ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഈ ഡ്രിങ്ക് ആൻഡ് ബീമറി. എല്ലാവർക്കും നമ്മളെ ചാനലിലേക്ക് സ്വാഗതം. നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ സാമ്പാർ പൊടി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിനെക്കുറിച്ച് കാണിക്കുകയുണ്ടായി. ഇനിയിപ്പോൾ ആ സാമ്പാർ പൊടി ഉപയോഗിച്ചിട്ട് നമ്മൾ സാമ്പാർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിനെക്കുറിച്ചിട്ടൊന്ന് പറയാം. നമ്മൾ ഇതേമാതിരി തന്നെ ഇവിടുത്തെ ഈ പ്രദേശത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ വെണ്ടയ്ക്കയാണ് വെച്ചാൽ വെണ്ടയ്ക്ക സാമ്പാർ. ഏത് ഒരു അധികം ഇപ്പോൾ തെക്കോട്ടൊക്കെ പോകുമ്പോൾ സാമ്പാറിന് കഷ്ണം വാങ്ങിക്കുക എന്നാണ് പറയുക. അപ്പോൾ വിവിധ കഷ്ണങ്ങൾ ഒന്നായിട്ടുള്ളൊരു രീതിയിലാണ് സാമ്പാർ. ഇവിടെ ഈ പ്രദേശത്ത് അങ്ങനെയല്ല, സെപ്പറേറ്റ് ആയിട്ടാണ്. അത് ചിലപ്പോൾ ഇപ്പോൾ കല്യാണ സദ്യ ഇങ്ങനെയുള്ള കാര്യത്തിനാണ് വിചാരിച്ചാൽ കുറച്ചും കൂടിയൊക്കെ കഷ്ണങ്ങൾ വേണം വിചാരിച്ചാൽ വെണ്ടയ്ക്ക ഉപയോഗിക്കും, അതിലേക്ക് മുരിങ്ങാക്കായ അങ്ങനെയുള്ള കഷ്ണങ്ങൾ കുറച്ച് കൂടുതൽ. ഇപ്പോൾ സാധാരണ വീട്ടിലൊക്കെ ആണെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെ കൂടുതൽ കഷ്ണങ്ങൾ ഉപയോഗിക്കുന്ന ഒരു രീതി ഇവിടെ ഈ പ്രദേശത്തില്ല. അപ്പോൾ നമ്മളിപ്പം കൂർക്ക ഇപ്പോൾ സുലഭമായിട്ട് കിട്ടുന്നൊരു സാധനമാണ്. ഈ കൂർക്ക വെച്ചിട്ട് ഒരു സാമ്പാർ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. അതിന് പ്രത്യേകിച്ചൊന്നും വേണ്ട, ഒരു 8-10 വലിയ കൂർക്ക എടുത്തിട്ട് നന്നായിട്ട് വൃത്തിയാക്കി ക്ലീൻ ചെയ്തൊക്കെ ഇതാക്കി കഷ്ണമായിട്ട് കുറച്ച് നീട്ടിയ കഷ്ണങ്ങളായിട്ട് സാധാരണ സാമ്പാർ മുറിക്കുന്ന മാതിരി തന്നെ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് സാധാരണ സാമ്പാർ ഉണ്ടാക്കേണ്ട രീതിയിൽ അതിനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പരിപ്പ്, പിന്നെ ചെറിയ ഉള്ളി, മറ്റേ തേങ്ങ, കൂർക്ക, ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, തക്കാളി, പിന്നെന്താ കുറച്ച് പുളി വേണം, പിന്നെ കറിവേപ്പില. ഇതാണ് ഇപ്പോൾ നമുക്ക് വേണ്ട വസ്തുക്കൾ. ഒരു പ്രഷർ കുക്കറിൽ നമ്മൾ കുറച്ച് പരിപ്പ് വേവിക്കുക. ശേഷം കൂർക്ക അതിലേക്ക് പ്രഷർ കുക്കറിലേക്ക് ഇടുക. അതും ഈ പ്രഷർ കുക്കറിലിട്ടിട്ട് ഒരുമിച്ച് വേവിക്കുക. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി അതിൽ ചേർക്കുക. പിന്നെ ചെറിയ ഉള്ളി കുറച്ച് ഒരു 8-10 ചെറിയ ഉള്ളിയും അതിലേക്ക് ചേർക്കുക. പിന്നെ നമുക്ക് വേണ്ടത് തക്കാളിയാണ്. വലുതാച്ചാൽ ഒന്ന് മതി, അല്ല ചെറുതാണെങ്കിൽ ഒരു 2 എടുക്കുക. അത് നന്നായിട്ട് മുറിച്ചിട്ട്, ചെറുതായിട്ട് മുറിക്കരുത്, കുറച്ച് വലുതായിട്ട് മുറിച്ചിട്ട് അതും അതിലേക്ക് ഇടുക. പിന്നെ നമുക്ക് വേണ്ടത് എന്താ കഷ്ണത്തിനൊപ്പം ഏകദേശം മൂടി നിൽക്കാത്ത രീതിയിൽ വെള്ളം ഒഴിക്കുക. എന്നാലേ ശരിക്കും വെന്ത് കിട്ടുള്ളൂ, അടി പിടിക്കാതെ വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ കഷ്ണത്തിനൊപ്പം ഏകദേശം വെള്ളം ഒഴിച്ചിട്ട് അത് പ്രഷർ കൊടുക്കുക. ഒരു 2 വിസിൽ മതി, 2 വിസിൽ. അതോടൊപ്പം തന്നെ നമുക്കിവിടെ ചെറിയതായിട്ടൊന്ന് വറവ് ആയിട്ട് എടുക്കേണ്ട ചെറിയ ഉള്ളി, ഒരു 4-5 ചെറിയ ഉള്ളി എടുക്കുക വെളിച്ചെണ്ണയിൽ. അത് വറുത്ത് അതിൽ വളരെ കുറച്ചേ വേണ്ടൂ, ഒരു 2 സ്പൂണ് തന്നെ വേണ്ടൂ. ആ 2 സ്പൂൺ തേങ്ങ അതിൽ ചേർക്കുക. അത് അതിൽ കുറച്ച് കറിവേപ്പിലയും ചേർക്കുക. എന്നിട്ട് അത് വറുത്തെടുത്തിട്ട് ഇപ്പോൾ നമ്മൾ അസലായിട്ട് ചുമക്കണം, ആ രീതിയിൽ വറുത്തെടുക്കുക. അപ്പോൾ നമ്മുടെ സാമ്പാർ പൊടിയിൽ തേങ്ങ ചേർത്തിട്ടില്ല. തേങ്ങ ചേർത്താലേ അത് വേഗത്തിൽ കേടുവരും എന്നുള്ളതുകൊണ്ട് തേങ്ങ ചേർത്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു ശകലം തേങ്ങയും ചെറിയ ഉള്ളിയും കൂടി ഒന്നായിട്ട് വറുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മളിതിൽ ചേർത്തിട്ടുണ്ടെങ്കിലും ഒരു ശകലം ചേർത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ സാമ്പാർ പൊടിയും ചേർക്കുക. അതും ഒന്ന് അതിൽ ഈ ചീനിച്ചട്ടിയിൽ ഇട്ടിട്ട് ഒന്ന് വറുത്തിട്ട് എടുക്കുക. എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം അരയ്ക്കുക. ഇതിപ്പോൾ കഷ്ണങ്ങളൊക്കെ ഏകദേശം വെന്തു. ഇനി ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് പുളി ചേർക്കുക. പുളിയും അതെ, പലർക്കും പല രീതിയിലാണ്. കുറച്ച് പുളി ഉപയോഗിക്കുക, കൂടുതൽ പുളി ഇല്ലാത്ത രീതിയിൽ കുറച്ച് പുളി അതിൽ ചേർത്തിട്ട് നന്നായി തിളക്കി ഒരു 5 മിനിറ്റ് ശരിക്കും വെട്ടി തിളച്ചോട്ടെ. എന്താ കഷ്ണത്തിലൊക്കെ ഈ പുളിയും ഉപ്പും രസമൊക്കെ പിടിച്ച് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മസാലക്കൂട്ട്
അല്ലെങ്കിൽ മറ്റേ സാമ്പാറിൻ്റെ കൂട്ട് ചേർത്തിട്ട് ഇളക്കിയിട്ട് അതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് തിളയ്ക്കണം. തിളച്ച് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ തിളക്കട്ടെ. ഞാൻ അപ്പോൾ ഏറെക്കുറെ സാമ്പാറിൻ്റെ പണി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂണ് നന്നായിട്ട് കടുക് ചേർത്ത് അത് പൊട്ടുമ്പോൾ വറ്റൽമുളക് 1-2 വറ്റൽമുളകും ഒരു ലേശം കരിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ട് വറുത്തെടുത്തിട്ട് അത് സാമ്പാറിൽ ചേർക്കുക. അതിന് ശേഷം ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് മല്ലിയിലയും അതിലേക്ക് ചേർക്കുക. ഇതിലിപ്പോൾ കായം ചേർക്കാറുണ്ട്. കായം ഇപ്പോൾ എന്താണെന്ന് നമ്മൾ സാമ്പാർ പൊടി ഉണ്ടാക്കിയപ്പോൾ അതിൽ കായം ചേർത്തത് കൊണ്ട് കായം ചേർക്കണില്ല. എന്നാലും വേണമെങ്കിൽ അത് താല്പര്യമുള്ളവർക്കാണ് വിചാരിച്ചാൽ ഒരു നുള്ള് കായം കൂടിയും അതിൽ ചേർക്കാം. പക്ഷേ ഇവിടെ ഇപ്പോൾ ഞാൻ ചേർത്തിട്ടില്ല. കാരണം അത് അധികം കായത്തിൻ്റെ ആ രുചിയോട് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. ഇതാണ് നമ്മുടെ കൂർക്ക സാമ്പാർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കൂർക്ക സാമ്പാറിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്ത് ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ മാത്രമേ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ സാമ്പാർ പൗഡർ ഉണ്ടാക്കുന്ന വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ കണ്ടു നോക്കൂ. അത് എന്തായാലും അതിൻ്റെ ലിങ്ക് കമൻറ്റിൻ്റെ താഴെ പിൻ ചെയ്തിടാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.